ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ പറയുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. പല കൂട്ടുകാരും മിക്കവാറും എന്നോട് ഇൻഫോം ചെയ്യാറുള്ളത് വീഡിയോയിലെ ഓഡിയോ ക്ലിപ്പിംഗ്സ് പലപ്പോഴും ഇംഗ്ലീഷിലാണ് അവർക്ക് കേൾക്കാൻ കഴിയുന്നതെന്നും മലയാളത്തിൽ പറഞ്ഞു തരുമെന്നും ഇത് കേരളത്തിലാണെന്നും ഒക്കെ പല കൂട്ടുകാരും എനിക്ക് കമൻസ് ചെയ്യാറുണ്ട്. എന്നാൽ എല്ലാവരോടും ഒന്നേ എനിക്ക് പറയുവാനുള്ളൂ, നിങ്ങൾ കാണുന്ന വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് CC എന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ലാംഗ്വേജ് ഏതാണെന്ന് അതിന് ഉടൻ തന്നെ കാണിക്കും. മലയാളമെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ് എന്ന് ഏതിലാണോ വേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന വീഡിയോയിൽ മലയാളത്തിന് പകരം ഇംഗ്ലീഷ് ആയിരിക്കും സെലക്ഷനായി കിടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ പലപ്പോഴും ഇംഗ്ലീഷിൽ ഓഡിയോ കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ദയവായി എൻ്റെ കൂട്ടുകാരെല്ലാവരും നിങ്ങൾ കാണുന്ന വീഡിയോയിലെ CC ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിലെ മലയാളം സെലക്ട് ചെയ്യുക. ഓക്കെ. ഇന്നത്തെ എപ്പിസോഡിൽ ശോഭനയോട് ശിശിര പറഞ്ഞു, എന്തായാലും ഗോകുലിന്റെ കാര്യത്തിൽ ഇനി പേടിക്കണ്ട. ഇനി സമൃദ്ധിയുടെ മനസ്സിൽ അവളുടെ പഴയ ഓർമ്മകളൊന്നും ഒരിക്കലും വരാൻ പോകുന്നില്ല. അമ്മയെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ശോഭന പറഞ്ഞു, എന്തായാലും അവളെ ഇനി തേടി അവളുടെ ഭൂതകാലം ഒരു കാലത്തും വരാൻ പോകുന്നില്ല എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞുകൊണ്ട് ശോഭന അവിടെ ഇരുന്നു. അപ്പോഴാണ് ശിശിര പതിയെ വന്ന് ചോദിച്ചത്, അമ്മേ, ഇനി എന്റെയും രാജീവേട്ടന്റെ കാര്യം ആലോചിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ശോഭന ഒരു ഒഴുക്കുമട്ടിൽ മറുപടി നൽകി പോകുന്നത് കണ്ടതോടെ ശിശിര ആലോചിച്ചു, ഈ ഒരു അമ്മയെ സമ്മതിക്കണം. മകന്റെ കാര്യം ഓക്കെ ആയപ്പോ എന്റെ കാര്യത്തിൽ കണ്ടില്ല ഒരു ഒഴുക്കം മട്ട് എന്ന് പറഞ്ഞ് ശിശിര ആകെ പരിഭവത്തോടെ ശോഭയുടെ അരികിലേക്ക് ചെന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു കോളിംഗ് ബെൽ അവർ കേട്ടത്. വേഗം അത് ആരാണെന്ന് അറിയാനായി ശോഭയും ശിശിരയും എന്ന വാതിൽ തുറന്നതും മുന്നിൽ രാജശ്രീ ഡോക്ടറാണ് നിന്നത്. രാജശ്രീ ഡോക്ടറെ കണ്ടതും ആരാണ് നിങ്ങളെന്ന് ശോഭ ചോദിച്ചു. അപ്പോഴേക്കും ശോഭനയോട് രാജശ്രീ പറഞ്ഞു, സമൃദ്ധിയുടെ വീടല്ലേ? സമൃദ്ധി എവിടെ? ഞാൻ സമൃദ്ധിയുടെ ഫ്രണ്ടാണ്, ഡോക്ടറാണ്. എൻ്റെ പേര് രാജശ്രീ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനൊരു സൈക്കാട്രിസ്റ്റ് ആണെന്ന് കൂടി രാജശ്രീ പറഞ്ഞതോടെ ശോഭനയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് ഓരോരോ സംശയങ്ങൾ തൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ അർച്ചന അതിനെക്കുറിച്ച് ശോഭനയോട് സംസാരിച്ചിരുന്നു. തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് അറിയാനുള്ള അർച്ചനയുടെ വ്യഗ്രതയും അതിനെ തന്നെ സഹായിക്കാനായിട്ട് നല്ലൊരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അന്ന് അർച്ചന പറഞ്ഞത് പെട്ടെന്ന് ശോഭന ഓർത്തെടുത്തു. അപ്പോൾ അത് ഇവർ തന്നെയാണല്ലേ? ഇവരുടെ വരവ് അത്ര ശരിയായ നേരത്തല്ലല്ലോ. എന്തിനായിരിക്കും ഇവരിപ്പോൾ അന്വേഷിച്ചു വന്നത് എന്നാലോചിച്ച് സംശയത്തോടെ ശോഭന നോക്കിയിരുന്നു. ഉടനെ ശോഭനയെ ശിശിരയും പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, അല്ല ഡോക്ടർ എന്താ ഇപ്പോൾ വന്നത് എന്ന് ചോദിച്ചപ്പോൾ രാജശ്രീ പറഞ്ഞു, അല്ല, സമൃദ്ധയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശിശിര ചോദിച്ചു, അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നത്? അല്ല, നിങ്ങൾക്ക് ഇതൊക്കെ അറിയേണ്ട കാര്യം എന്താ? അല്ല, നിങ്ങൾ അവളുടെ മനസ്സിലുള്ള പഴയ ഓർമ്മകളെയെല്ലാം പൂർണ്ണമായും മായ്ച്ചു കളഞ്ഞു അല്ലേ എന്ന് സമൃദ്ധിയെക്കുറിച്ച് സംശയത്തോടെ രാജശ്രീ ചോദിച്ചപ്പോൾ, അതൊക്കെ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ. സമൃദ്ധ എൻ്റെ മകൻ്റെ ഭാര്യയാണ്. ഇപ്പോൾ അവൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പൂർണ്ണമായിട്ട് ഇപ്പോൾ മാറി. ഇപ്പോൾ അവൾ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കുന്നു എന്നറിയിച്ചു. അത് കേട്ടതും രാജശ്രീ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ, ചില സംശയങ്ങൾ സമൃദ്ധിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സമൃദ്ധി എന്നോട് പറയുകയും ചെയ്തു. അതിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. സമൃദ്ധി എവിടെ? എനിക്ക് സമൃദ്ധി ഒന്ന് കാണണം. നിങ്ങളോട് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശോഭ പറഞ്ഞു, അതിന് സമൃദ്ധി ഇവിടെ ഇല്ലല്ലോ. സമൃദ്ധിയും ഗോകുലും കൂടി പുറത്തു പോയിരിക്കുകയാണ്. അവർ രണ്ടുപേരും വെറുതെ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അതുകൊണ്ട് പുറത്തൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിറങ്ങി എന്നറിയിച്ചു. രാജശ്രീ എപ്പോഴേക്കും ചോദിച്ചു, എപ്പോൾ വരും എന്നന്വേഷിച്ചതും അതറിയത്തില്ല, അവരുടെ ഇഷ്ടമുള്ള സമയത്ത് അവർ മടങ്ങിയെത്തും. അല്ല, ഇതൊക്കെ എന്നാ നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചതും രാജശ്രീ പറഞ്ഞു, എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി സമൃദ്ധയെ മാറ്റിയെടുത്തിട്ടുണ്ടാവും, അതായിരിക്കും എന്നിങ്ങനെ ചോദിച്ച് രാജശ്രീ ഞാൻ പിന്നെ സമൃദ്ധയെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അകത്ത് നിന്ന് ആരാ അമ്മയത് എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന സമൃദ്ധയുടെ ശബ്ദം കേട്ടു. പെട്ടെന്ന് അത് സമൃദ്ധ തന്നെയാണെന്ന് മനസ്സിലാക്കിയ രാജശ്രീ പിന്തിരിഞ്ഞു നോക്കിയതും അരികിലേക്ക് നടന്നു വരുന്ന അർച്ചനയെ കാണുന്നു. ഉടനെ സന്തോഷത്തോടെ രാജശ്രീ അർച്ചനയെ നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ ശോഭയും ശിശിരയും കൂടി പറഞ്ഞ കളവുകളൊക്കെ അത് ശരിക്കും തന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയായിരുന്നു എന്ന് രാജശ്രീ മനസ്സിലാക്കി. രാജശ്രീ വളരെ സന്തോഷത്തോടെ അർച്ചനയെ നോക്കി. അപ്പോഴേക്കും അരികിലേക്ക് വന്ന അർച്ചനയെ നോക്കി രാജശ്രീ സമൃദ്ധ എന്ന് വിളിച്ചു. എങ്ങനെയുണ്ട്? സമൃദ്ധിക്ക് എന്താ പറ്റിയത്? എന്തിനാ ഹോസ്പിറ്റലിൽ പോയത് എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടതും
ആകെ സംശയത്തോടെ അർച്ചന അടുത്തേക്ക് വരികയാണ്. അല്ല, എനിക്ക് മനസ്സിലായില്ലല്ലോ, ആരാ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഉടനെ രാജശ്രീ പറഞ്ഞു, അതെ, നമ്മൾ തമ്മിൽ എന്നെ അറിയില്ലേ, നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, എന്നെ അത്ര പെട്ടെന്നങ്ങ് മറന്നുപോയോ? സാരയില്ല, മനസ്സിലുള്ള ഓർമ്മകളൊക്കെ, പഴയ ഓർമ്മകളൊക്കെ എല്ലാം മായ്ച്ചു കളഞ്ഞുവല്ലേ എന്ന് വിഷമത്തോടെ രാജശ്രീ ചോദിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, എനിക്ക് മുൻപ് എവിടെയോ കണ്ട് പരിചയമുള്ളതുപോലെ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, എവിടെ വെച്ചാ അത് എന്ന് ചോദിച്ചു. അല്ല, ഇപ്പോൾ എങ്ങനെയുണ്ട്, എന്തിനാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്, ഇപ്പം എന്തു പറ്റി, എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോൾ, അല്ല, അതൊക്കെ ചോദിക്കുന്നത് എന്തിനാ, നിങ്ങൾ ആരാ എന്നായിരുന്നു രാജശ്രീയുടെ നേരെയുള്ള അർച്ചനയുടെ ചോദ്യം. അപ്പോഴേക്കും അർച്ചനയിൽ പൂർണ്ണമായും മാറ്റം സംഭവിച്ചു എന്ന് മനസ്സിലാക്കി രാജശ്രീ വല്ലാതെ ഞെട്ടി. ഉടനെ രാജശ്രീ പറഞ്ഞു, സാരയില്ല, എന്തായാലും എന്നെ ഓർത്തെടുക്കാൻ ഇപ്പൊ കഴിയുന്നില്ല എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശിശിരി ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് വലിയ ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ സമൃദ്ധിക്ക് നിങ്ങളെ ഓർമ്മ പോലും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, അല്ല, എവിടെയോ കണ്ടൊരു പരിചയമുള്ള പോലെ തോന്നുന്നുണ്ട്, നമ്മളെപ്പോഴോ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എന്തായാലും എവിടെ വെച്ചാ അത്, എനിക്ക് അങ്ങ് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ രാജശ്രീ ചോദിച്ചു, അപ്പോ സമൃദ്ധ എന്നെ അങ്ങ് മറന്നുപോയല്ലേ, മറന്നതാണോ അതോ മായ്ച്ചു കളഞ്ഞതാണോ എല്ലാം എന്ന് ശിശിരിയെയും ശോഭയെയും നോക്കി രാജശ്രീ ഒന്ന് സംശയത്തോടെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, സാരയില്ല, സമൃദ്ധിക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഓർമ്മ കിട്ടും എന്നെ, അപ്പോൾ നമുക്ക് തമ്മിൽ സംസാരിക്കാം എന്ന് രാജശ്രീ പറയുമ്പോൾ ശോഭ പറഞ്ഞു, അതെ, മോൾക്ക് ഇപ്പോൾ സൈക്കാട്രിസ്റ്റിന്റെ യാതൊരു ആവശ്യവും ഇല്ല, പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ തന്നെ ഇവിടെ വേറെ ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ, അവിടെ ഇതുപോലെ ഇഷ്ടം പോലെ സൈക്കാട്രിസ്റ്റും ഉണ്ട്, നല്ല ഡോക്ടർമാരും ഉണ്ട്, അവരെ കണ്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശിശിര പറഞ്ഞു, അല്ല, ഇങ്ങനെ പേഷ്യന്റ് വീട് തേടി നടന്ന് അവരെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുന്ന അത്രയ്ക്കും ദാരിദ്ര്യാവസ്ഥയിലാണ് നിങ്ങളെന്നുള്ള കാര്യം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ എന്ന് ശിശിര പറഞ്ഞതും ഉടനെ രാജശ്രീ പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറയാം, മനുഷ്യന്റെ മൈൻഡ് എന്ന് പറഞ്ഞാലേ ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്, അതിൽ നിന്ന് എല്ലാം ഒരു വട്ടം ചിലപ്പോൾ നിങ്ങൾക്ക് മായ്ച്ചു കളയാൻ കഴിഞ്ഞെന്നിരിക്കും, പക്ഷേ എന്നേക്കുമായി അവരുടെ ഓർമ്മകളും അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളുമൊക്കെ ഇല്ലാതാക്കി കളയാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല, അത് ഇപ്പോൾ വേണമെങ്കിലും തിരികെ മടങ്ങി വരും, അത് തീർച്ചയാണ് എന്ന് അന്ന് നമുക്ക് തമ്മിൽ സംസാരിക്കാൻ സമൃദ്ധ എന്ന് പറഞ്ഞ് രാജശ്രീ യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങുന്നു. രാജശ്രീ പോയതും അർച്ചനയുടെ മനസ്സിൽ ചില സംശയങ്ങൾ തോന്നി. സത്യത്തിൽ അതാരായിരിക്കും, എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ വന്ന് പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ച് അർച്ചന സംശയിച്ചങ്ങനെ നിൽക്കുമ്പോൾ രാജശ്രീ ശോഭനയും ശിശിരയും നോക്കിയിട്ട് പറഞ്ഞു, എന്തായാലും നിങ്ങളുടെ പ്രവൃത്തികളിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം, തൽക്കാലം എല്ലാം മായ്ച്ചു കളഞ്ഞുവല്ലോ എന്ന സമാധാനത്തിൽ, പക്ഷേ ഇതെന്നേക്കുമായി ശാശ്വതമായിട്ടുള്ള ഒരു ഒരു വിജയമല്ല എന്ന് മനസ്സിലാക്കിക്കോ എന്ന് പറയുമ്പോൾ രാജശ്രീ പോകുന്നത് കണ്ട് ശിശിര പറഞ്ഞു, അമ്മേ, എന്തായാലും അവര് വന്നപ്പോൾ എന്തൊക്കെ അഹങ്കാരമായിരുന്നു, എന്തായാലും സമൃദ്ധിയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് ചകഞ്ഞിടാനായിട്ട് ഇവരാണല്ലോ കൂടെ നിന്നിരുന്നത്, ഇനി ഇവർ ഈ വഴിക്ക് വരില്ല, കാരണം സമൃദ്ധിക്ക് അവരെക്കുറിച്ച് യാതൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ നാണം കെട്ടു പോയി അവർ, ഇനി അവരെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ശിശിര വളരെ സന്തോഷത്തോടു കൂടിയും ശോഭയോട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് മടങ്ങി. അപ്പോഴും ശോഭയുടെ മനസ്സിൽ അതിനെക്കുറിച്ച് ചില ആശങ്കകൾ തോന്നും. പിന്നീട് സന്ധ്യയായതോടെ വീട്ടിൽ മടങ്ങിയെത്തിയ രാജശ്രീ ആകെ ടെൻഷനിലായി. അർച്ചനയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു രാജശ്രീയുടെ മനസ്സാകെ അസ്വസ്ഥമായത്. തന്നെ കണ്ടിട്ടും സമൃദ്ധയുടെ പെരുമാറ്റം, അർച്ചന വന്ന് ആരാ, നിങ്ങൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു പരിചയവുമില്ലാത്ത രീതിയിലുള്ള അർച്ചനയുടെ സംസാരം, അതൊക്കെ വല്ലാതെ രാജശ്രീയെ അലട്ടി. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ സച്ചിയുടെ കാറിൽ മടങ്ങി എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ ഹർഷൻ. വണ്ടി വന്നതും ഹർഷൻ സച്ചിയോട് പറഞ്ഞു, സച്ചി വാടോ, ഒരു ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞതും വേണ്ട സാർ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഹർഷൻ പറഞ്ഞു, അല്ല, വേറെ ഓട്ടോ ഒന്നും എനിക്കിപ്പോൾ ഇല്ലല്ലോ അല്ലേ, അതുകൊണ്ട് താൻ ഇറങ്ങടോ, കുഴപ്പമൊന്നും ഇല്ലടോ, താൻ ഇറങ്ങ്, ഒരു ചായ കുടിച്ചിട്ട് പോകാടോ, ഞാനല്ലേ പറയുന്നതെന്ന് ചോദിച്ചിട്ടും എന്നാൽ ശരി സാർ എന്ന് പറഞ്ഞ് സച്ചി ഹർഷനോടൊപ്പം വീട്ടിലേക്ക് കയറുന്നു. അകത്തേക്ക് കയറി വന്നതും ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്ന രാജശ്രീയെ കണ്ടതോടെ അരികിലേക്ക് വന്ന് ഹർഷൻ ചോദിച്ചു, എന്തു പറ്റിയിടോ, താൻ ആകെ ഡള്ളായിട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞതും ഏയ് ഒന്നുമില്ല, സച്ചി ഇരിക്കേ എന്ന് പറഞ്ഞു. സച്ചി അപ്പോഴേക്കും അവിടേക്ക് ഇരുന്നതും ഹർഷൻ പറഞ്ഞു, എന്നാ എന്തോ കാര്യമുണ്ട്, തനിക്ക് എന്താ സംഭവിച്ചത്, ഇന്ന് താൻ പോയിട്ട് എന്തായി എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ രാജശ്രീ പറഞ്ഞു, ഞാൻ ഇന്ന് പോയിട്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും എടോ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, സച്ചി
സച്ചിയുടെ വൈഫിനെ കണ്ടു അർച്ചനയെ. അത് കേട്ടതും രാജശ്രീക്ക് വലിയ സന്തോഷമായി. ആണോ? എവിടെ വെച്ചാ സച്ചി? എന്തായി എങ്ങനെയാ കണ്ടത്? ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞതും ഉടനെ ഹർഷൻ പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഹർഷൻ വേഗം അകത്തേക്ക് പോയി. ഉടനെ രാജശ്രീ ചോദിച്ചു, അല്ല എന്താ സച്ചി, സത്യത്തിൽ അർച്ചനെ തന്നെയാണോ സച്ചി കണ്ടത് എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു, അതെ മേഡം, എൻ്റെ അർച്ചനയെ തന്നെയാ ഞാൻ കണ്ടത്. എൻ്റെ കാത്തിരിപ്പിന് ഒടുവിൽ ഫലമുണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി അർച്ചനയെ കണ്ടതും അർച്ചന സച്ചിയെ തിരിച്ചറിഞ്ഞ് സച്ചിയേട്ടാ എന്ന് ഉറക്കെ വിളിച്ചതും അതിനുശേഷം സച്ചിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് പോയതും പിന്നെ അവിടെ നിന്ന് ജാമ്യം കിട്ടി ഇറങ്ങിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സച്ചി രാജശ്രീയോട് പങ്കുവച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും അവിടേക്ക് ഹർഷൻ ഇരുവർക്കുമുള്ള ചായയുമായിട്ടെത്തി. ഉടനെ ചായ വാങ്ങിച്ച് സച്ചി കുടിക്കുന്നതിനിടയിൽ ഹർഷനോട് സച്ചി പറഞ്ഞു, എന്തായാലും എൻ്റെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. തീർച്ചയായിട്ടും അർച്ചന ഉടനെ തന്നെ എനിക്ക് കണ്ടെത്താൻ കഴിയും. അവൾ ഇവിടെ തന്നെയുണ്ട്, അതെനിക്ക് തീർച്ചയാ സർ എന്നറിയിച്ചു. അപ്പോഴാണ് രാജശ്രീ ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് ഹർഷൻ ശ്രദ്ധിച്ചത്. എന്തു പറ്റിയിടോ, തനിക്ക് എന്താ വല്ലാത്തൊരു ടെൻഷൻ? താൻ പോയിട്ട് സമൃദ്ധയെ കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഹർഷനോട് വിഷമത്തോടെ രാജശ്രീ പറഞ്ഞു, കണ്ടു, പക്ഷേ അവൾ ആകെ മാറിയിരിക്കുന്നു. അവൾ അങ്ങനെ ഒരു മാറ്റം അവരുണ്ടാക്കിയെടുത്തു. ഞാൻ അവിടെ ചെന്നതും അവളുടെ എന്നോടുള്ള സംസാര രീതിയാണ് എന്നെ വല്ലാതെ തളർത്തി കളഞ്ഞത്. എന്നെ ഇന്നേ വരെ കണ്ട് പരിചയമില്ലാത്തതുപോലെ എന്നോട് ആരാണെന്നൊക്കെ അവൾ അന്വേഷിച്ചു. പക്ഷെ എവിടെയോ കണ്ടൊരു മുഖപരിചയമുണ്ടെന്ന് മാത്രമാണ് അവൾ പറഞ്ഞത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന അവർ രണ്ടുപേരും, അവളെ ഈ രീതിയിലാക്കി മാറ്റിയവർ, അവര് രണ്ടുപേരെയും എനിക്കൊട്ടും വിശ്വാസമില്ല. അവളുടെ മനസ്സിൽ തിരിച്ചു വന്ന അവളുടെ പഴയ ഓർമ്മകളെ പൂർണ്ണമായും ഇല്ലാതാക്കി കളഞ്ഞു. ഇപ്പോൾ അവൾ ആ വീട്ടിൽ അവരുടെ മകന്റെ ഭാര്യയായി, പൂർണ്ണമായും അയാളുടെ ഭാര്യയായി മാറുന്ന സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടതും ഹർഷം പറഞ്ഞു, എടോ, താൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ, താൻ വിഷമിക്കാതെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പേഷ്യൻറ്റിനോടും ഇത്ര ഇൻറ്റിമസി പാടില്ല എന്ന്. അത് കേട്ടതും ഉടനെ രാജശ്രീ പറഞ്ഞു, അതല്ല, എനിക്ക് അവളോട് വല്ലാത്തൊരു അടുപ്പം തോന്നിയത് മറ്റൊന്നും കൊണ്ടല്ല. ഹർഷൻ അറിയാവല്ലോ ഞാൻ എത്രത്തോളം അവളെ ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന്. അവളുടെ കേസിൽ ഞാൻ ഇൻവോൾവ് ആയത് എന്തുകൊണ്ടാണെന്ന്. അത്തരത്തിൽ ശരിക്കും നമ്മളെ വല്ലാതെ അടുപ്പിച്ചു പോകുന്ന അവരിലേക്ക് ആകർഷിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു കഥയാണ്. അതുകൊണ്ടാണ് അവളെ അതിൽ നിന്ന്, ആ കുരുക്കിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇപ്പോൾ അവർ വീണ്ടും അവളുടെ മനസ്സിൽ തിരിച്ചു കിട്ടിയ അവളുടെ പഴയ ഓർമ്മകളെ പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവളുടെ മനസ്സിൽ ഒരു പുതിയ മെമ്മറി ഇംപ്ലാന്റേഷനാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കാര്യത്തിൽ വിജയിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അവളിൽ തിരിച്ചു വന്ന ആ പഴയ ഓർമ്മകൾ പൂർണ്ണമായും നഷ്ടമായി എന്ന് വിഷമത്തോടെ പറഞ്ഞു. ഇതെല്ലാം സച്ചിയും ആകെ ടെൻഷനോടെ കേട്ടിരുന്നു. സച്ചിക്ക് അവരുടെ സംസാരം കേട്ടപ്പോൾ വല്ലാത്ത സങ്കടവും ബോറടിയും എന്ന പോലെ തോന്നി. ഉടനെ രാജശ്രീയോട് ഹർഷം പറഞ്ഞു, താനിനി അതോർത്ത് ടെൻഷൻ ആവണ്ട, എന്തായാലും അത് വിട്ടുകളാ. ഇനിയിപ്പോ സമൃദ്ധിക്ക് തന്നെ അറിയില്ല എന്ന സിറ്റുവേഷനിലാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇനി അതോർത്ത് താൻ ടെൻഷൻ ആവേണ്ടതില്ല, മറന്നു കളഞ്ഞേക്ക്. ഇനി ആ ഒരു കേസിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞപ്പോൾ ഹർഷനോട് രാജശ്രീ പറഞ്ഞു, എങ്കിലും ഇങ്ങനെയൊരു മാനിപ്പുലേഷൻ അവർ നടത്തിയതിലോ, അതാണ് എന്നെ അലട്ടുന്നത്. സത്യത്തിൽ അർച്ചന, സമൃദ്ധ, അവൾ ശരിക്കും അവരുടെ കുരുക്കിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. ആ സ്ത്രീ കണ്ടാൽ വലിയ പ്രശ്നക്കാരിയാണെന്ന് തോന്നില്ല, പക്ഷേ അവരുടെ മുഖം പറയും അവൾ വല്ലാത്ത ഒരു സൈലന്റ് നേച്ചർ ആണെങ്കിൽ പോലും അവര് കൂടുതൽ അപകടകാരിയാണ്. അതാണ് എൻ്റെ ഭയം എന്ന് സമൃദ്ധിയെക്കുറിച്ചുള്ള തൻ്റെ ആദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന സച്ചിയോട് ഉടനെ ഹർഷൻ ചോദിച്ചു, എന്താടോ ഞങ്ങളുടെ സംസാരം കേട്ടിട്ട് താൻ ബോറടിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല സർ എന്ന് പറഞ്ഞതും, അല്ല ഇതേ രാജശ്രീയുടെ ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇന്ന് ആ പേഷ്യൻറ്റിനെ കാണാനായിട്ട് രാജശ്രീ പോയി. അപ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങളാണ്. ആ പെൺകുട്ടിയുടെ മനസ്സിൽ തിരിച്ചു കിട്ടിയ ആ പഴയ ഓർമ്മകളെ ഇപ്പോൾ അവൾ ആരുടെ ഒപ്പമാണോ അവർ അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കി കളഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ താൻ ആരാണെന്നുള്ള സത്യം തിരിച്ചറിയാതെ അവർ പറയുന്ന കഥകൾ കേട്ട് അത് വിശ്വസിച്ച് അവർക്കൊപ്പം ജീവിക്കുകയാണ്. വല്ലാത്തൊരു അവസ്ഥയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അത് കേട്ട രാജശ്രീ പറഞ്ഞു, സത്യത്തിൽ ഇതൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. ഒരു പെൺകുട്ടിയോട് കാണിക്കുന്ന ഒരു വലിയൊരു ക്രൂരത. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അവൾ ആരാണെന്നുള്ള സത്യം മറച്ചു വെച്ച് അവളുടെ മനസ്സിലേക്ക് പുതിയൊരു മെമ്മറി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. അത് എത്ര വലിയൊരു ചതിയാണ്, വല്ലാത്തൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയല്ലേ ഇത് എന്ന് രാജശ്രീ വല്ലാത്ത ടെൻഷനോടെ പറയുമ്പോൾ അത് കേട്ട സച്ചി പറഞ്ഞു, മേഡം
എനിക്ക് കേട്ടിട്ട് ഒരു കാര്യം മാത്രമാണ് ഇതിൽ നിന്ന് പറയാനുള്ളത്. അവർക്ക് അവരുടെ പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഓർമ്മകൾ അങ്ങനെ അങ്ങ് നശിച്ചു പോകുന്നതല്ലല്ലോ. ഓർമ്മകളെ നമ്മൾ ഇല്ലാതാക്കി കളയാൻ ശ്രമിച്ചാലും അത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ തിരിച്ചു വരും. അത് തീർച്ചയാണ്. അതിന് ഒരു ശരിക്കും അനുഭവസ്ഥൻ തന്നെയാണ് ഞാൻ. കാരണം എൻ്റെ അർച്ചന ഒടുവിൽ എൻ്റെ മുന്നിലേക്ക് വന്നില്ലേ എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ടതും അതും ശരി തന്നെയാണെന്നുള്ള രീതിയിൽ അവർ എല്ലാവരും സമ്മതിച്ചങ്ങനെ ഇരിക്കുമ്പോഴേക്കും സച്ചി പറഞ്ഞു, "എന്നാ സർ ഞാൻ ഇറങ്ങിക്കോട്ടെ?" എന്ന് ചോദിച്ചതും യാത്ര പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയത്ത് രാജശ്രീ ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ട് ഉടനെ രാജശ്രീയോട് ഹർഷം പറഞ്ഞു, "അതെ, ഇനി താൻ അതോർത്ത് ടെൻഷൻ ആവണ്ടോ. ഞാൻ പറഞ്ഞല്ലോ, സത്യത്തിൽ ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം. ഇനിയിപ്പോൾ ആ പെൺകുട്ടിക്ക് പഴയ ഓർമ്മകൾ സമൃദ്ധിക്ക് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യത്തിൽ അവർ ആ പെൺകുട്ടിയിൽ ഷോക്ക് അടിപ്പിക്കുകയോ അങ്ങനെ എന്തോ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതോടെ ആ പെൺകുട്ടിയുടെ തിരികെ വന്ന ഓർമ്മകൾ പോലും നഷ്ടമായിരിക്കുകയാണ്. ഇപ്പോൾ അവർ പറഞ്ഞു കൊടുത്ത കഥകളും അതുമാത്രമാണ് തൻ്റെ ജീവിതമെന്നുമാണ് ആ പെൺകുട്ടി വിശ്വസിക്കുന്നതെന്ന് ഹർഷൻ അറിയിച്ചു. അതെല്ലാം കേട്ട് കഴിഞ്ഞത് ഉടനെ രാജശ്രീ പറഞ്ഞു, "സത്യത്തിൽ ഓർമ്മകൾ ആർക്കും നശിപ്പിച്ചു കളയാൻ കഴിയുന്ന ഒന്നല്ലല്ലോ ഹർഷൻ. കാരണം ആ ഓർമ്മകളിലേക്ക് അവർ മറ്റെന്തെങ്കിലും മെഡിസിനലായിട്ടുള്ള എന്തെങ്കിലും പ്രയോഗത്താൽ ആ ഓർമ്മകൾ അടച്ചു പൂട്ടിയിടുകയല്ലേ ചെയ്യുന്നത്. അതിനെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആ ഓർമ്മകൾ പുറത്തു വരിക തന്നെ ചെയ്യും" എന്ന് ഹർഷനോട് ആത്മവിശ്വാസത്തോടെ രാജശ്രീ പറയുന്നു. ഹർഷന്റെ വാക്കുകൾ കേട്ട് ആകെ സങ്കടപ്പെട്ട് രാജശ്രീ അങ്ങ് നിൽക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ അവന്തികയുടെ റൂമിലേക്ക് ചിപ്പിമോള് കയറി വരുന്നു. അവന്തിക വന്ന് അവന്തികയെ നോക്കിയതും ഇത്രയും നേരമായിട്ടും അവന്തിക എഴുന്നേക്കാത്തത് കൊണ്ട് ചിപ്പി അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, അമ്മ എഴുന്നേറ്റില്ലേ? ഇത് എന്തൊരുറക്ക? എഴുന്നേറ്റേ അമ്മേ, ഞാൻ ദാ സ്കൂളിൽ പോകാൻ റെഡിയായി എന്ന് പറഞ്ഞു. എന്നിട്ടും അവന്തിക എഴുന്നേക്കാത്തത് കൊണ്ട് വേഗം ആ ബ്ലാങ്കറ്റ് മാറ്റിയിട്ട് ഒന്ന് അവന്തികയെ നോക്കി. അയ്യോ, അമ്മയ്ക്ക് പനിക്കുന്നുണ്ടല്ലോ, എന്തു പറ്റിയമ്മേ എന്ന് ചോദിച്ചു. ഉടനെ അവന്തിക പറഞ്ഞു, മോളെ, അമ്മയ്ക്ക് വല്ലാത്ത ക്ഷീണം, അമ്മയ്ക്ക് അല്പം കുറച്ച് വെള്ളം വേണം കുടിക്കാൻ എന്ന് പറഞ്ഞതും ഉടനെ ചിപ്പിമോൾ അവിടെ നിന്ന് ജെനിയെ വിളിച്ചു. ജെനി ആൻറ്റി, അമ്മയ്ക്ക് കുറച്ച് വെള്ളം കൊണ്ടുപോവാ കുടിക്കാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അവന്തികയോട് എഴുന്നേറ്റിരിക്കാനായിട്ട് ചിപ്പി പറഞ്ഞു. അമ്മ എഴുന്നേറ്റിരുന്നേ, ഇങ്ങനെ കിടക്കാതെ എന്ന് പറഞ്ഞ് അവന്തികയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവന്തിക എഴുന്നേറ്റിരുന്നതും മുഖത്തെ ആ പാടുകൾ കണ്ടിട്ട് ചിപ്പി ചോദിച്ചു, അയ്യോ, ഇതെന്താ അമ്മേ, അമ്മയുടെ മുഖത്തൊക്കെ ആകെ ചെറിയ പാടുകൾ, ഇത് ദേഹത്തുമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവന്തിക പറഞ്ഞു, മോളെ, ആ മിറർ ഇങ്ങെടുത്തേ, അമ്മ നോക്കട്ടെ എന്ന് പറഞ്ഞതും അതെടുത്തുകൊണ്ടുപോയി ചിപ്പിമോള് കൊടുത്തു. അത് കൊടുത്തതും അവന്തികയുടെ മുഖത്തെ പാടുകൾ കണ്ടിട്ട് ഉടനെ അവന്തിക ദേഹത്തെ പാടുകളൊക്കെ ഒന്ന് നോക്കി. അപ്പോഴേക്കും അവന്തിക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്ന് ജെനി കൊടുത്തു. ജെനി അത് കൊടുത്തതും അവന്തിക അത് വാങ്ങിച്ച് കുടിക്കുന്ന ഇടയിൽ ജെനി ചോദിച്ചു, അല്ല മേഡം, മേഡത്തിന് എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ മുഖത്തൊക്കെ എന്താ പറ്റിയേ എന്ന് അന്വേഷിച്ചു. ഉടനെ ചിപ്പി പറഞ്ഞു, അയ്യോ, അമ്മയുടെ ദേഹത്തെല്ലാം ഉണ്ട്, കയ്യേലും കഴുത്തേലും മുഖത്തും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആകെ ക്ഷീണിച്ചിരിക്കുന്ന അവന്തിയെ നോക്കിയിട്ട് അയ്യോ, ശരിയാണല്ലോ എന്ന് ജെനി പറഞ്ഞു. ഉടനെ ജെനി അവിടുന്ന് രാജുവിനെ വിളിച്ചു. രാജുവേട്ടാ, ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞതും രാജു വേഗത്തേക്ക് കയറി വന്നു. എന്താ ജെനി എന്ന് ചോദിച്ചതും മേഡത്തിന് തീരെ വയ്യ, പനിയോ മറ്റോ രാജുവേട്ടനൊന്ന് നോക്കിയേ, മുഖത്തൊക്കെ വല്ലാത്ത പാടുകൾ എന്ന് പറഞ്ഞു. മുഖത്തും കഴുത്തിലും ദേഹത്തും ഒക്കെ കണ്ടതോടെ രാജു ഒന്ന് സംശയത്തോടെ നോക്കി. ഇതെന്താ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോഴേക്കും ചിപ്പി പറഞ്ഞു, അതെ, പൊള്ളിയതുപോലെയുള്ള പാടുകളാ എന്ന് പറഞ്ഞത് ഉടനെ രാജു പറഞ്ഞു, അയ്യോ മേഡം, ഇത് കണ്ടിട്ട് ചിക്കൻ ബോക്സ് ആണെന്നാ തോന്നുന്നത്. അത് കേട്ടതും ജെനി പെട്ടെന്ന് പേടിച്ച് ചിപ്പിമോളുടെ അടുത്തൊന്ന് മാറി നിന്നു. അയ്യോ, ചിക്കൻ ബോക്സോ? ഇത് പകർച്ചവ്യാധിയല്ലേ എന്ന് പറഞ്ഞു. ഉടനെ ചിപ്പിമോളെയും ജെനി അവന്തികയുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തി. അവന്തിക പറഞ്ഞു, വല്ലാതെ ക്ഷീണം, എനിക്കൊന്ന് കിടക്കണം എന്ന് പറഞ്ഞപ്പോൾ ചിപ്പി പറഞ്ഞു, രാജുങ്ങൾ വേഗം വണ്ടി ഇറക്ക്, നമുക്ക് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അത് കേട്ടതും രാജു വേഗം തന്നെ താഴേക്ക് പോയി. അപ്പോഴേക്കും ജെനി പോകാൻ തുടങ്ങുന്നത് കണ്ട് ചിപ്പി വിളിച്ചു, ജെനി ആൻറ്റി, അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ? അമ്മയെ പിടിക്ക്, നമുക്ക് എഴുന്നേൽപ്പിക്കാം എന്ന് പറഞ്ഞതും ഉടനെ ജെനി വേഗം പോകാൻ തുടങ്ങിയിട്ടും പെട്ടെന്ന് പറഞ്ഞു, അയ്യോ, അത് സാരമില്ല, ഇച്ചിരി നേരം മേഡം കിടക്കട്ടെ, പിന്നെ മോളിങ്ങി പോര്, ഇതേ പകർച്ചവ്യാധിയാ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ചിപ്പി പറഞ്ഞു, ആൻറ്റി, അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം വേഗം എന്ന് പറഞ്ഞു. കൊണ്ടുപോകാം കേട്ടോ, ഇപ്പം തന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ജെനി വേഗം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോഴേക്കും ചിപ്പിമോള്
അവന്തികയുടെ അടുത്ത് നിൽക്കുമ്പോൾ ജെനി അവന്തിക്ക് അരികിലേക്ക് പോകാനായി പേടിയായതുകൊണ്ട് വേഗം അവിടെ നിന്ന് പോയി. ഉടനെ അവന്തികയോട് ചിപ്പി പറഞ്ഞു, അമ്മേ എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു, മോള് മാറി നിന്നോ, ഇത് എൻ്റെ മോൾക്കും പടരും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവന്തികയോട് ചിപ്പി പറഞ്ഞു, അത് സാരമില്ലമ്മേ, എൻ്റെ അമ്മയ്ക്ക് മേലാഴിക്ക് വന്ന അമ്മയെ ഞാനല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത്, എല്ലാവരും പോയിക്കോട്ടെ, സാരമില്ല, ഞാൻ തന്നെ എൻ്റെ അമ്മയെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ചിപ്പി അവന്തികയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നു. എന്നിട്ട് പതിയെ അവന്തികയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അമ്മ കുറച്ചു നേരം കിടന്നോ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് കുറച്ചു നേരം കിടക്കണം മോളെ എന്ന് അവന്തിക പറഞ്ഞതും എന്നാ അമ്മ കിടന്നോ എന്ന് പറഞ്ഞ് വേഗം അവന്തികയെ അവിടെ പിടിച്ച് കിടത്തുകയും ആ ബ്ലാങ്കറ്റ് കൊടുത്ത് അവന്തികയെ പുതപ്പിച്ച് കിടത്തുന്നു. ചിപ്പിയുടെ ആ സ്നേഹവും അവന്തികയോടുള്ള കരുതലും കണ്ട് അവന്തികയുടെ കണ്ണുകൾ നിറയുന്നു. പിന്നീട് അർച്ചനയുടെ മനസ്സിലേക്ക് ഗോകുലിന്റെ ഭാര്യയാണെന്നുള്ള ചിന്ത പൂർണ്ണമായും വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു ശിശിരയുടെയും ശോഭനയുടെയും ഭാഗത്തു നിന്ന്. അർച്ചന കുളിയെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വന്നതും അർച്ചനയോട് ശിശിര പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, അതുകൊണ്ട് കല്യാണ സാരി തന്നെ ഉടുത്തു നിൽക്കുന്നതായിരിക്കാം ഭർത്താക്കന്മാർക്ക് കൂടുതൽ താല്പര്യം, അതുകൊണ്ട് ഇന്ന് ഈ സാരി തന്നെ ഉടുത്തോ എന്ന് പറഞ്ഞ് സമൃദ്ധയുടെ വിവാഹ സാരി അർച്ചനയെ ഏൽപ്പിച്ചു. അർച്ചന അത് വാങ്ങിച്ചതും പിന്നീട് അർച്ചനയുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് പാലും കൊടുത്ത് തലയിൽ മുല്ലപ്പൂവൊക്കെ ചൂടിച്ച് നേരെ ഗോകുലിന്റെ റൂമിലേക്ക് ശിശിര അർച്ചനയെ പറഞ്ഞയക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഗോകുൽ വരുന്നതിന് മുൻപ് തന്നെ ഗോകുലിന്റെ റൂം അലങ്കരിക്കുകയും മറ്റും ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഗോകുൽ മുറിയിലേക്ക് എത്തിയതും ശിശിര അർച്ചനയെ റെഡിയാക്കി കയ്യിൽ ആ പാലും കൊടുത്തുവിട്ട് വേഗം ഗോകുലിന്റെ റൂമിലേക്ക് കയറ്റിവിടുന്നു. ഗോകുൽ അർച്ചനയെ സമൃദ്ധിയുടെ വേഷത്തിൽ കണ്ടതും കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായിട്ട് തന്നെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന അർച്ചനയെ കണ്ടതോടെ എല്ലാ സത്യങ്ങളും അറിയാവുന്ന ഗോകുൽ തൻ്റെ അമ്മയും പെങ്ങളും കാണിക്കുന്ന ഈ ചതിയെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും മറ്റൊരാൾ കെട്ടിയ താലിയുമായി തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്ന അർച്ചനയെ സത്യങ്ങളെല്ലാം മറന്നുപോയ ആ പെൺകുട്ടിയെ ചതിക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് തന്നെ ഗോകുൽ അർച്ചനയോട് സത്യങ്ങൾ തുറന്നു പറയാനായി തയ്യാറാകുന്നു.